അടിപൊളി ഒരു ഫാമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറീസ്, ആപ്രിക്കോട്ട് എല്ലാം ഉണ്ട്. പിക്ക് യുവർ ഓൺ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത്ര പറിക്കാം, വേണമെങ്കിൽ അതിന് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അടിപൊളി ഫാമാണ്. ഇവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ. നമുക്ക് വേണമെങ്കിൽ കോഫി കഴിക്കണമെങ്കിൽ അവിടെ പോയി കഴിക്കാം. ഇവിടെ ഫാമിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചോദിക്കാം. ഫാം ഇച്ചിരി ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അവരുടെ വീടും ഇവിടെ തന്നെയാണ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഈ ഫാമിൽ തന്നെ ഉണ്ട്. ഹായ് ഗൈസ്, ഞാനിന്ന് അടിപൊളി ട്രിപ്പിലാണ്. ഞങ്ങൾ ചെറി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിറങ്ങി. തവണത്തെ സീസൺ ചെറി ഞങ്ങൾ പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഡാർലിംഗ് ഫാമിലാണ് വന്നിരിക്കുന്നത്. ഞാനുണ്ട്, എൻ്റെ ഫാമിലി കൂടാതെ നിഷ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ റെഡ് ചെറീസിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെ ചെറുപറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ വന്നു. ഇവിടെ ഫാമൊക്കെ ഓപ്പൺ ആയിട്ടില്ല, അവരൊക്കെ എഴുന്നേറ്റ് വരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അവരെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ എത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ചെറി പറിച്ച് തുടങ്ങിക്കോളൂ, ഞങ്ങൾ പിന്നെ വന്ന് മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിയ ഒരെണ്ണം കഴിച്ചു നോക്കുകയാണ്. മേവ് ഒരെണ്ണം കഴിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പറിയുടെ തിരക്കിലാണ്. കുഞ്ഞു ഇവിടെ ഉപ്പൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഒരാൾ പറിച്ച് ചെയ്യുന്നത്. ഉപ്പ് കാണിച്ചടാ, ഉപ്പ് കാണിച്ച്. അമ്മ കാണിക്കൂ. തിന്നോ? ചെറിയ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു സങ്കടം. ഞങ്ങളുടെ ഫാമിലി മേവി തന്നെയാടാ മുഖത്ത്. നീയാണ് മോളിൽ കയറിയിരിക്കണേ, റാഡറിൻ്റെ മോളിൽ കയറിയിരിക്കണേ. കുഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു? ആപ്പിൾ പറിക്കും പോലെ ഉണ്ടോ? നല്ല ബ്ലാക്ക് കളർ വാങ്ങി മാത്രം പറിക്കാവുള്ളൂ കേട്ടോ. അതെയോ? മേവിനെ കൊണ്ട് ബക്കറ്റ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. തൂക്കി പിടിക്കാനുള്ള, പക്ഷെ വലിച്ചോണ്ട് നടക്കണത് കാരണം. അയ്യോ അല്ലേ മേവേ? ഇതേതാണ്ടല്ലോ, ഇതുണ്ടോ? ഇതുണ്ടോ? നല്ല ബ്ലാക്ക് കളർ ഉണ്ടല്ലോ. ഉപയോഗിക്കണം. അതെയോ? ഓ, മക്കള് കുറയ്ക്കണ്ട. ഇത് നല്ലതല്ലേ അല്ലേ? ഇത് നല്ല ഇതൊക്കെ നല്ല ആണല്ലോ ചെയ്യാം. ഇതണ്ട ഈ
ഫാം അവർ ജസ്റ്റ് ഫാഷനായിട്ടാണ് അവർ നടത്തുന്നത്. ബാക്കി എല്ലാ ഫാമിലും $12 $17 വെച്ച് വാങ്ങുമ്പോൾ ഇവിടെ $10 അവർ സെയിൽ ചെയ്യുന്നത്. മറ്റുള്ള ഫാമിലെ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അധികമായിട്ട് ഇവിടെ ഇല്ല. നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. നല്ല അത്യാവശ്യമല്ല, ഒരുപാടുണ്ട് ഫ്രൂട്ട്സ്. ഒരു പക്ഷി ഇതിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുവാണ് കേട്ടോ. പാവം നെറ്റിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുക. ചത്ത് ഒന്നല്ല ചത്ത് കിടക്കുന്നുണ്ട്. കൃഷിച്ചനോ മേവേ രക്ഷിക്കണമെന്നുണ്ടോ? പക്ഷെ അതെ നല്ലൊരു ഫാമാണ്, ചെറിയ ഫാമാണ്. എന്തായി നിറഞ്ഞോ? ഓടിയാലോ? ഇഷ്ടംപോലെ ചോട്ടിലല്ലേ പിന്നെ. ഒന്ന് 2 3 4 ബക്കറ്റിലാണോ? 4 ബക്കറ്റ്. ഏതെങ്കിലും ഉപേക്ഷിച്ചോ? ഇന്ന് കുഞ്ഞാച്ച കയ്യിലുണ്ടെന്നോ അല്ലേ? ഒരാൾ 3 കിലോ വെച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. $10 അല്ലെങ്കിൽ $12 അല്ലെങ്കിൽ $12. ഓടാൻ പോയത് അവര് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാക്കില്ലേ? എന്റെ വീഡിയോ ഫോട്ടോ എടുക്കുന്നു.
അല്ല ആദ്യം കയറി വന്നിടത്തായിരുന്നു ഇച്ചിരി വെള്ളച്ചോവ കണ്ടോളൂ അല്ലേ? ഞങ്ങൾ ഫാമിൽ നിന്ന് തിരിച്ചു പോരുമായിരുന്നു കേട്ടോ. അടിപൊളി ഫാമായിരുന്നു. ഫ്രൂട്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു. പഴുത്ത് കുറേയൊക്കെ ഓവർ പഴമായിപ്പോയി. എനിവേ ഞങ്ങൾ kg $10 ഉള്ളൂ ഇവിടെ. ഞങ്ങൾ 10 കിലോ ഞങ്ങൾ 2 പേരോടെ കൂട്ടി ഞങ്ങൾ വാങ്ങിച്ചു. മൊത്തം $100 ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിവേ അടിപൊളിയായിരുന്നു. അടിപൊളി ഫാമായിരുന്നു. നിഷ എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടേ നിറഞ്ഞു. വേറൊന്നോടെ നിറഞ്ഞു.